ഹാവോ തിയേറ്റർ. എന്താണ് ഈ ഹാവോ തിയേറ്റർ? ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ നമ്മുടെ കമ്പനിക്ക് 2 കൈയാണല്ലോ. റെൻഡോ തിയേറ്ററിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനിയാണ് ഹാവോ തിയേറ്ററിനെ പറ്റി പറയുന്നത്. നമ്മൾ ഈ കമ്പനി തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിവിഷൻ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ഐഡിയ ഇല്ലായിരുന്നു. ബേസിക്കലി ഞാൻ എഞ്ചിനീയറിംഗ് ഡിവിഷൻ ഉദ്ദേശിച്ചത് തിയേറ്റർ ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണ് എഞ്ചിനീയറിംഗ് ഡിവിഷൻ. അതിനൊരു ഐഡിയ ഇല്ലായിരുന്നു. നമ്മൾ ആദ്യമേ തേർഡ് പാർട്ടി പല വെൻഡേഴ്സിനെയും കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും സൗത്ത് ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും ഇവിടെ കൊണ്ടുവന്ന് സ്പേസ് കാണിച്ചിട്ട് നമ്മുടെ അടുത്ത് ഒരുപാട് അഡ്വൈസസും കൊട്ടേഷൻസും ഒക്കെ നമ്മൾ എടുത്തു. അപ്പോൾ 2-3 ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തു. ഒന്ന്, ഇവരുടെ പ്രൈസിങ് ആണ്. ഇതിൻ്റെ പ്രൈസിങ്ങിന് അവർ പല കാര്യങ്ങളും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതായത് തിയേറ്റർ ഇരിക്കുന്നത് 2 സൈഡും റോഡുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ നോയ്സ് ലെവൽ ഹൈ ആണ്, അക്വസ്റ്റിക്സിന് കൂടുതൽ കാശ് സ്പെൻഡ് ആവും, സൗണ്ട് പ്രൂഫിങ്ങിന് കാശ് സ്പെൻഡ് ആവും, ഈവൻ നമ്മുടെ സൗണ്ട് പ്രൂഫിങ്ങും സൗണ്ടിൻ്റെ ട്രാവലിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗണ്ട് പ്രൂഫിങ്ങിനും വേണ്ടിയിട്ട് ഒരുപാട് സ്പെൻഡ് ആവും. ബേസിക്കലി നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ റിയാലിറ്റിയും ഇവർ തരുന്ന കൊട്ടേഷനും തമ്മിൽ ഭയങ്കരമായ ഡിഫറൻസസ് ഫീൽ ചെയ്തു. അങ്ങനെ നമ്മളൊരു തീരുമാനം എടുത്തു, നമ്മുടെ എൻജിനീയറിംഗ് വിങ് സ്വന്തമായി ഈ തിയേറ്റർ ചെയ്യാമെന്ന്. ആ ഡിസിഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു ചെറിയ ക്ലാസ്സും പരിപാടിയൊക്കെ ബാംഗ്ലൂർ പോയി അറ്റൻഡ് ചെയ്യുകയും പല നല്ല കമ്പനീസിനെയും നമ്മൾ സോഴ്സ് ചെയ്ത് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ നമ്മളെടുത്തു. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എൻജിനീയറിംഗ് ടീമും നമ്മളും കൂടെ തീരുമാനമെടുക്കുന്നു, ഈ തിയേറ്റർ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്തതിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജസ് കിട്ടി. കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കൺവെൻഷണലായിട്ടുള്ള തിയേറ്ററിനകത്ത്, ഹോം തിയേറ്റർ സെറ്റപ്പിനകത്ത് ഫ്രണ്ടിലൊരു റാക്ക്, ഒരുപാട് സ്പീക്കേഴ്സിനെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യുക, ആ സ്പീക്കേഴ്സിൻ്റെ എല്ലാം വിസിബിലിറ്റി നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട്. ശരിക്കും ഒരു തിയേറ്ററിനകത്ത് കയറി നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനും സൗണ്ടും മാത്രമേ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് പോകാൻ പാടുള്ളൂ. ആ കോൺസെപ്റ്റ് മെയിൻറ്റെയിൻ ചെയ്താണ് ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തിയേറ്ററിൻ്റെ അകത്ത് LED ഡിസ്ട്രാക്ഷൻസോ അല്ലാതെ വേറെ ഡെക്കറേഷൻ പരിപാടികളൊന്നുമില്ല. നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്: കംഫർട്ടബിൾ സീറ്റിംഗ്, പ്രൊജക്ഷൻ ആൻഡ് സൗണ്ട്. ഈ 2 കാര്യങ്ങൾ ആണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏരിയ. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ സ്പേസ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലും ഒരു തിയേറ്റർ വേണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു കോൺസെപ്റ്റ്, ഞങ്ങൾ ഈ ചെയ്തിരിക്കുന്ന കൺവെൻഷണൽ ഹോം തിയേറ്റർ പരിപാടിയിൽ നിന്ന് വിട്ട് ഒരു മിനി തിയേറ്റർ എന്നുള്ള സങ്കല്പത്തിലോട്ടാണ് ഞങ്ങളിത് എത്തിച്ചിരിക്കുന്നത്. ആ സങ്കല്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വേണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു ടെറസ് ടോപ്പോ അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ തന്നെ ഒരു റെക്റ്റാങ്കുലർ സ്പേസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഡെലിവർ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും നമുക്കിപ്പോൾ സെറ്റാണ്. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾക്ക് ഈ സ്പീക്കേഴ്സിൻ്റെ എല്ലാം തന്നെ, അതായത് പോൾക്ക് ആണെങ്കിലും കെഫ് ആണെങ്കിലും ഡെഫിനിറ്റി ടെക്നോളജി ആണെങ്കിലും പ്രോ ഡെഫിനിറ്റി ടെക്നോളജി ആണെങ്കിലും ബെൻക്യൂ ആണെങ്കിലും ഡെനൺ ആണെങ്കിലും ഏത് ടോപ്പ് നോച്ച് സ്പീക്കർ ആൻഡ് ഓഡിയോ വീഡിയോ റിസീവർ ബ്രാൻഡ്സിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതേപോലെ തന്നെ ചെയേഴ്സിൻ്റെ ആണെങ്കിലും നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റി ചെയേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട്. അക്വസ്റ്റിക്സ് ആണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് ക്വാളിറ്റി അക്വസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. സ്ക്രീനിൻ്റെ കാര്യത്തിലാണെങ്കിൽ 3 ടൈപ്പ് സ്ക്രീൻസാണ് അവൈലബിൾ. അതായത് നിങ്ങൾക്ക് ഒരു നോർമൽ സ്ക്രീനാണ് ആവശ്യം, അല്ല എന്നുണ്ടെങ്കിൽ ഒരു അക്വസ്റ്റിക്കലി ട്രാൻസ്പെറൻറ്റ് സ്ക്രീനാണ് ആവശ്യം, അതിന് ഒറിജിനൽ തിയേറ്ററിക്കൽ ഫീല് വേണം എന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഡ്രോപ്പിംഗ്, അതായത് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് തിരിച്ച് കയറി പോകുന്ന മോട്ടറൈസ്ഡ് ടൈപ്പ് സ്ക്രീനാണെങ്കിലും ഫിക്സ് സ്ക്രീൻസ് ആണെങ്കിലും ഞങ്ങൾക്ക് ഇന്ന് ഡിസ്ട്രിബ്യൂഷനുണ്ട്. അത് എന്തുകൊണ്ട് ചെയ്തു എന്ന് വെച്ചാൽ, ഞങ്ങൾ ചെയ്ത അതേ ക്വാളിറ്റിയിൽ ഒരു കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പെക്ക് നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ ദെയർ ടു ഹെൽപ്പ് യു ഔട്ട്. ഞങ്ങൾക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്. ജസ്റ്റ് യു ഹാവ് ടു ഗിവ് അസ് എ സ്പേസ്. ആ സ്പേസ് നമ്മൾ മെഷർമെൻ്റ് എടുത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം ആ രീതിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ഞങ്ങൾ ഹാവോ തിയേറ്റർ എന്ന് പറയുന്ന വെക്ടറിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വി ആർ നോട്ട് ദെയർ ടു ഡു ടു മെനി പ്രോജക്ട്സ്. നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ മാസത്തിൽ 1 പ്രോജക്റ്റോ 2 പ്രോജക്റ്റോ ആയിരിക്കും. പക്ഷേ വി ഡെഫിനറ്റ്ലി കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ ക്വാളിറ്റി, നോട്ട് ക്വാണ്ടിറ്റി. 10 15 ചെയ്യണം എന്നല്ല നമ്മുടെ പ്ലാൻ. ചെയ്യുന്നത് 1 2 ആണെങ്കിലും അത് ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ബ്രാൻഡ് ഫോക്കസ് ചെയ്യുന്ന ഏരിയ.